പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ മാസത്തിലേക്ക് ഓഗസ്റ്റ് മാസം 1-ാം തീയതി നമുക്കറിയാം, ഇന്ന് തുടങ്ങി 15 നോമ്പ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോട് ഒരുക്കമായി ശരിക്കും ഇന്ന് തുടങ്ങി 15 നോമ്പ്, ഒരു സമ്പൂർണ്ണ ജപമാല, എല്ലാ ദിവസങ്ങളിലൊക്കെ ഒരു സമ്പൂർണ്ണ ജപമാല, അതുപോലെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? ഹല്ലേലൂയ. അട്ടപ്പാടിയിലുള്ള യാത്രയിലാണ്. മോർണിംഗിൽ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു, അവിടെ എത്തിയിരിക്കുന്ന സമയമാണ് കേട്ടോ. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഇന്ന് പരിശുദ്ധ കുർബാനയിലും ആരാധനാ ശുശ്രൂഷയിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. വട്ടാലിച്ചൻ എപ്പോഴും ഞങ്ങളെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങളെ അച്ഛന്മാരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ വലിയ അപ്പോൾ ആ ഒരു കൈവയ്പ്പ് ശുശ്രൂഷയിൽ നിങ്ങളുടെ ഓരോ പ്രാർത്ഥന, ഇത് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ നിയോഗങ്ങളെയും അച്ഛൻ പ്രത്യേകമായിട്ട് ഓർക്കും. അച്ഛനെ എന്നെ വട്ടാലിച്ചൻ ബ്ലെസ് ചെയ്യുന്ന സമയം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ ഈ യൂട്യൂബിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബം പോലെ കരുതുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും അച്ഛനത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 66:13. അവിടെ വചനം പറയാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. എന്താണ് അമ്മയുടെ പ്രത്യേകത? നമ്മൾ കുഞ്ഞുനാളിലൊക്കെ, അല്ലേ, മുതിർന്നവരുടെ കാര്യമല്ല, പക്ഷെ കുഞ്ഞുനാളിലൊക്കെ നമുക്കൊരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും, അല്ലേ? അങ്ങനെയാണ് അതൊരു ആശ്രയബോധം, ഒരു സ്നേഹബന്ധമൊക്കെയാണ് ഈ അമ്മ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ അച്ഛന്മാർ സാധാരണ അങ്ങനെ മരിച്ചു കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് കരയും. കാരണം അവർ ഈ ഒരുപാട് മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഞാനും അതങ്ങനെ കരയണതൊക്കെ കുറവാണ്. പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് എന്ന് പറയുന്ന അച്ഛനാണെങ്കിലും കണ്ണിൽ നിന്ന് ഒരു ഇറ്റി കണ്ണുനീര് ഒഴുകും. അതാണ് അമ്മയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെ വചനം പറയുന്നത് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹം അമ്മയുടേതാണ്. അതൊന്ന് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെ സ്നേഹവും ദൈവസ്നേഹവും തമ്മിലൊരു കമ്പാരിസൺ ഇല്ല. കാരണം അമ്മയുടെ സ്നേഹം മനുഷ്യനാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ സ്നേഹത്തിൽ ഏറ്റവും ഹയർ ഡിഗ്രി വേണമെങ്കിൽ അമ്മയുടെ സ്നേഹമായിരിക്കാം. പക്ഷേ ദൈവസ്നേഹമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആ സ്നേഹം, അമ്മയുടെ സ്നേഹമൊന്നും ഒന്നുമല്ല, അത്രമാത്രം ഉന്നതമാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാവുന്ന ഭാഷയിലാണ് ബൈബിളിൽ പറയുന്നത്. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് ആ ഒരു വ്യത്യാസം എപ്പോഴും, അതായത് നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും ഉദാർത്ഥമായ സ്നേഹമാണ്, മാനുഷിക സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. അത് ഇത് ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടല്ലേ എത്ര തകർന്ന മനുഷ്യരെ ഞാൻ 2 കൂട്ടരെ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണം, അതിനൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട്. എന്നാൽ ഇതുപോലെ സെയിം അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിൽ ദുരിതം അനുഭവിക്കുന്നവർ, പക്ഷേ അവർ യേശുവിൽ ആശ്രയിക്കുമ്പോൾ യേശു അവരെ ബലപ്പെടുത്തുന്നത് അനേകം ജീവിതങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ആദ്യ വെള്ളിയാഴ്ച ദിനത്തിൽ, പ്രത്യേകിച്ച് 15 നോമ്പിൻ്റെ ആരംഭത്തിൽ ഇതുപോലെയുള്ള അവരെ ആശ്രയബോധം, നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഏകാഗ്രതയോടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം, ഏകാഗ്രതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.